ഹലോ, ഗുഡ് മോർണിംഗ്. ഷിജാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. രാവിലെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? അപ്പോൾ ഞാനാണെങ്കിലേ രാവിലെ കുറച്ച് ജോലിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാ ഫുള്ള് ജോലിയൊക്കെ കാണിക്കാൻ പറ്റൂലല്ലോ നിങ്ങളെ. അത് തന്നെ ഫോൺ ഇങ്ങനെ പണി മുടക്കിക്കൊണ്ടിരിക്കുവാണ്. ഒത്തിരി നമുക്ക് ലെങ്ത്ത് കൂടുതലായിട്ടുള്ള വീഡിയോസ് ഇടാൻ പറ്റണില്ല. എന്താണെന്നറിയില്ല, ഫോണിൻ്റെ ഇത് കുറവാണെന്ന്. എന്താ പറയുക, അതെ, അത് എനിക്ക് പറയാൻ അറിയത്തില്ല. അപ്പം ഞാൻ സ്റ്റെപ്പേൽ വന്നിരുന്ന് കഴിക്കുവാണേ. അകത്തൊക്കെ ഇരുന്ന് കഴിച്ചാൽ കുഴപ്പമില്ല, ഞാൻ പിന്നെ ഇവിടെ അങ്ങ് ഇരിക്കും. എനിക്കിതൊക്കെയാണ് ഇഷ്ടം. എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ലേ. അപ്പം രാവിലെ കഴിക്കാനേ കപ്പയും ചിക്കൻ കറിയാണേ. കണ്ടോ, അതാ ഇവിടെ രാവിലെ കഴിക്കുന്നത്. പിന്നെ അപ്പച്ചനും അമ്മച്ചിക്കും ഒക്കെ, അവർക്ക് നമ്മളൊക്കെ സാധാരണ ഉച്ചയ്ക്കല്ലേ ഇതൊക്കെ കഴിക്കുന്നത്. ഇവർക്ക് രാവിലെയാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് രാവിലെ ഉണ്ടാക്കുന്നത്. ഇപ്പം രാവിലെയാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കുന്നത്. കാപ്പിക്ക് വരെ ഇത് കഴിച്ചോളൂ. അപ്പം അങ്ങനെ, അപ്പം പിന്നെ നമ്മൾ തന്നെ, നമുക്ക് കുഴപ്പമില്ല, നമ്മൾ എന്തായാലും കഴിക്കുമല്ലോ. നമുക്ക് തന്നെ പ്രത്യേകിച്ച് പലഹാരത്തിനേക്കാളൊക്കെ എന്തുകൊണ്ടും ഇഷ്ടം എനിക്കും ഇതൊക്കെ തന്നെ. പിന്നെ നമ്മൾ ഈ കപ്പയെന്ന് അധികം അങ്ങോട്ട് കഴിച്ച്, പണ്ടുള്ള എൻ്റെ അമ്മച്ചിക്കൊക്കെ ആണെങ്കിലേ കപ്പ കൊടുത്താൽ മതി. അമ്മച്ചിക്ക് ചോറൊന്നും അത്ര ഇഷ്ടമല്ല. എപ്പോഴും കപ്പ കൊടുത്താലും എൻ്റെ അമ്മയൊക്കെ കഴിച്ചോളും. പക്ഷെ നമുക്ക് അങ്ങനെ പറ്റത്തില്ല. നമുക്ക് ഒരു ദിവസം ഒരു നേരമൊക്കെ കഴിക്കാം, എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. എല്ലാവരെയും കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതുകൊണ്ട് അവർക്ക് ഇഷ്ടമാണ്, അവരപ്പം കഴിച്ചോളും. അപ്പം അപ്പച്ചന് പ്രത്യേകിച്ച് അങ്ങനെ ഇന്നതെ വേണം അങ്ങനെയൊന്നുമില്ല. എന്തും അവർ കഴിച്ചോളും കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം, പഴയ ആൾക്കാരായോണ്ട്. പിന്നെ നല്ല മഴക്കോള് കേട്ടോ. എന്നാൽ വെയിലും ഉണ്ട്, ചെറുതായിട്ടൊരു വെയിലും ഉണ്ട്, മഴക്കോളും ഉണ്ട്. എനിക്കിന്നെ ഒരുപാട് ജോലിയുണ്ട്. മുറ്റം തൂക്കണം, അങ്ങ് റോഡിലേന്ന് തൂക്കാനുണ്ട് കേട്ടോ. അത് വേഗം കഴിച്ചിട്ട് പോകാൻ വേഗം കഴിക്കുക. മഴ പെയ്താലേ പിന്നെ തൂക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നല്ല മഴക്കോള്, മഴ പൊടിയുകയും ചെയ്യുന്നു, വെയിലും ഉണ്ട്. ഞാനേ നിങ്ങളോടൊരു കഥ പറയാവേ. ഞാനൊരു ഒരിടത്ത് നിന്നപ്പോഴേ അവിടെ 3 പിള്ളേരുണ്ടായിരുന്നേ. അപ്പം എൻ്റെയൊക്കെ പ്രായം, ഞാനും അന്ന് ചെറുതാണ്, എനിക്കൊരു 10-14 വയസ്സേ ഉള്ളൂ, അത്ര തന്നെ ഇല്ല. അപ്പോഴാണെങ്കിലേ അവിടെ ഇതുപോലെ ടെറസാണ്. അപ്പം ടെറസിലോട്ട് ഒരു ആഞ്ഞിലിയല്ല, നമ്മുടെ ഇത് ചക്ക ഉണ്ടാവുന്ന ഒരു പ്ലാവും അല്ല, ശീമപ്ലാവില്ലേ, ചീമച്ചക്ക, ഇങ്ങനെ കറി വെക്കണ ഒരു ചക്ക. അപ്പം അതിങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുവാണ്. അപ്പം നമ്മുടെ നല്ല തണലും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം ഞങ്ങൾ പിള്ളേരല്ലേ, അപ്പം ഞാനും അവരുടെ കൂടെ നല്ല ഇതാണ്. അന്നേരം ഇങ്ങനെ ഞങ്ങൾ ആഹാരമൊക്കെ കഴിക്കാൻ ചിലപ്പോഴൊക്കെ അതിന് മണ്ടേ കയറി പോവും. ഇങ്ങനെ എടുത്തോണ്ട് 3 പേരും കൂടെ ഒരുമിച്ചൊക്കെയാണ് കഴിക്കുന്നത്. അന്നേരം എടുത്തോണ്ട് പോവും കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ചോറും കൊണ്ട് കയറിപ്പോയി ഞങ്ങൾ ഇരുന്ന് കഴിക്കുക. അപ്പം അവരും കഴിക്കുന്നു, ഞാനും കഴിക്കുന്നു. ഞാൻ ഇതുപോലെ സ്റ്റെപ്പേലാണ് ഇരിക്കുന്നത്, അവരിച്ചിരി ഇങ്ങനെ മേളിലായിരിക്കുന്നത്, ഞങ്ങൾ തൊട്ട് മേളിൽ. എൻ്റെ ചോറേ കൂടെ കാക്ക കാട്ടിച്ച് എന്നായിരുന്നു. അയ്യോ, ഇപ്പോഴും എനിക്കത് ഇതുപോലെ സ്റ്റെപ്പ് കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇവിടെ വന്നിരിക്കുമ്പോഴെല്ലാം ഞാൻ ഇങ്ങനെ നോക്കും മേളിലോട്ട്, കാക്ക വല്ലതും ഇരിപ്പുണ്ടോ നോക്കിയിട്ടായിരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ എപ്പോഴാണെന്നറിയത്തില്ല,
അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയാ. കാക്ക കാട്ടിച്ചെന്ന് പിന്നെ എനിക്കത് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ, ഞാൻ കളയുമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ. അങ്ങനെ എൻ്റെ ചോറിൽ കൂടെ കാക്കയും കാട്ടിച്ചെന്നു. അപ്പം ഞാൻ കഴിച്ചു കഴിഞ്ഞു. അടുത്ത ഒരുപാട് ജോലിയുണ്ട്, പോട്ടെ. ഇവനെ ഭയങ്കര അലയാ ഏട്ടാ കിടന്ന്. എന്തുവാടാ നീ കിടന്നലയ്ക്കുന്നത്? ഡാ എന്തുവാടാ? വേഗം വരണം, അങ്ങ് പോവരുതേ. മഴ പെയ്തിട്ടേ പിന്നെ ഈ പിലോസ്ഥാനെല്ലാം താഴെ വീണ് കിടക്കുക. ഒരു ഭയങ്കര ജോലിയാണ്, തൂപ്പൊരു ഭയങ്കര ഒരു തൂക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ വേടാ, ഇവിടെ വേടാ, ഇവിടെ വേടാ, ഇവിടെ വേടാ, ഓടിവാ. എവിടെ പോവാ നീ? എവിടെ പോവാടാ ചക്ക? നീ എവിടെ പോവാടാ ചക്ക? ചക്ക നീ എവിടെ പോവാടാ ചക്ക? കൂട്ടി കയറി പോയി കയറ്. അപ്പോഴേ എനിക്ക് കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പം എനിക്ക് കുറച്ച് തൂക്കാനുണ്ടായിരുന്നു. അപ്പം ഞാനത് അവിടോട്ട് തൂക്കാൻ കിടക്കുക. പക്ഷെ അതിനിടയ്ക്കൊരു മഴ ചാറി, അതുകൊണ്ട് മുറ്റമൊക്കെ നനഞ്ഞ് കിടക്കുക. കുറച്ച് സ്ഥലം അങ്ങ് തൂക്കാമെന്ന് വെച്ച്. മഴ ചാറി ഉടനെ തന്നെ വെയിലും വന്നു. ഇവിടുത്തെ മുറ്റം ഒരു ദിവസം കൊണ്ടും തൂത്താൽ തീരത്തില്ല കേട്ടോ. അങ്ങ് റോഡിലുണ്ട്. ഇവിടുത്തെ തൂപ്പിൻ്റെ ഒരു ദിവസത്തെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഒരു ദിവസം ഫുള്ളാ തൂക്കുന്ന വീഡിയോ ആണേ. അത് കാണുമ്പം നിങ്ങൾ ഓടും, അത്രയ്ക്ക് തൂക്കാനുണ്ട്. എല്ലാ ദിവസമൊന്നും ഞാൻ തൂക്കത്തില്ല കേട്ടോ. ആഴ്ചയിൽ 3 ദിവസമൊക്കെ അവിടെയൊക്കെ തൂക്കത്തുള്ളൂ. എല്ലാ ദിവസവും തൂത്താൽ ഞാൻ മരിക്കും പെട്ടെന്ന് തന്നെ. അതാ തൂത്ത് നമ്മുടെ ചങ്ക് പറയും. ഈ കായെല്ലാം പന്നലാ കേട്ടോ. ഇതിൽ ഈ വർഷം കായും കൂയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാം മുറ്റത്ത് പണി, നമുക്ക് പണിയാ. ഇതെല്ലാം കൂടെ മുറ്റത്ത് വീണിങ്ങനെ തൂത്ത് നമ്മുടെ ഏപ്പളവും. ഇത് കൊള്ളാത്തോണ്ടാണ് ഇതിങ്ങനെ ഇവിടെ എല്ലാം താഴെ വീണ് പോകുന്നത് കേട്ടോ. നല്ലതായിരുന്നെങ്കിൽ ഇപ്പോൾ ആൾക്കാർ മൊത്തം 4 വഴി കൂടെ വന്ന് പറിച്ചോണ്ട് പോയേനെ. കൊള്ളാത്തോണ്ടല്ലേ ഇവിടെ കിടന്ന് എനിക്ക് പണിയായി. എനിക്ക് പണിയാ, അത്രയും പറഞ്ഞാൽ മതിയല്ലോ. എങ്ങനെയായാലും നമുക്ക് പണി കിട്ടിയാൽ മതി. ഇനി പോട്ടെ, അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഇത്രയൊക്കെ തൂത്താൽ മതി.